ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്നും അത്യാവശ്യം നല്ല ഡേ തന്നെയായിരുന്നു. ചെറിയ ലാസ്റ്റ് ടൈമിൽ ഒരു കൺസോൾട്ടേഷനൊക്കെ ഉണ്ട്. ആദ്യത്തെയും അവസാനത്തെയും ടൈമിൽ മാത്രമേ നമുക്കൊരു മൂവ്മെൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു മിഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 1 2 3 4 5 ഫിഫ്ത്ത് ക്യാൻഡിലാണ് നമുക്ക് ഒരു ട്രേഡിന് ഉറപ്പിക്കാൻ പറ്റുന്നത് അല്ലേ. അതേ നോക്കിയേ, ഫിഫ്ത്ത് ക്യാൻഡിൽ, ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്ത്ത് ക്യാൻഡിൽ നോക്കിക്കേ. സി പൊസിഷൻ, ബോൾ ലൈനിന് നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് നിന്നിട്ട് അവിടുന്ന് താഴേക്ക് പോരുകയാണ് സി പൊസിഷൻ അല്ലേ. ഇപ്പുറത്തെയും സി പൊസിഷൻ അങ്ങനെ തന്നെയാണ്. അഞ്ചാമത്തെ ക്യാൻഡിൽ, ഓക്കെ, അഞ്ചാമത്തെ പി പൊസിഷൻ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം. ദെൻ നിഫ്റ്റിയിലും കണ്ടോ, നിഫ്റ്റിയിൽ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ സിയിൽ നിൽക്കുന്നുണ്ട്. പിയിൽ നല്ലൊരു സപ്പോർട്ടായിട്ടും ബോൾ ലൈൻ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ പിയിൽ നല്ലൊരു സപ്പോർട്ടാണ്, സിയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫിഫ്ത്ത് ക്യാൻഡിൽ എടുത്തത്? നമുക്ക് ഇതിന് മുന്നേയുള്ള ക്യാൻഡിൽസ് അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മളിവിടെ എന്തുകൊണ്ട് കൺഫേം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ ഇൻഡെക്സിലേക്ക് നോക്കണം. ഞാൻ പറഞ്ഞ സെൻസെക്സ് കുറച്ചും കൂടി നമുക്ക് കൺഫേമിറ്റി തരുന്ന ഒരു ഇൻഡെക്സാണ്. സെൻസെക്സിലെ അഞ്ചാമത്തെ ക്യാൻഡിലാണ് നല്ലൊരു റെസിസ്റ്റൻസ് പറയുന്നത്, കണ്ടോ. ഓക്കെ, സെൻസസിൽ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ഒന്നും തന്നെ നമുക്ക് ക്ലാരിറ്റി തരാത്ത ക്യാൻഡിൽസാണ് കണ്ടോ. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫോർത്ത് ക്യാൻഡിൽ ഒന്നും നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി തരുന്നില്ല. പക്ഷേ ഫിഫ്ത്ത് ക്യാൻഡിൽ എന്ത് പറയുന്നുണ്ട്? ഡോട്ടർ ലൈനിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് മൂവ് ചെയ്യും എന്നുള്ള ഒരു പൊസിഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ സ്ട്രൈക്കിലേക്ക് നോക്കുമ്പോൾ അത് തന്നെ കൺഫേം ചെയ്യുന്നു. നമ്മളുടെ അഞ്ചാമത്തെ ക്യാൻഡിൽ, നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ തൊട്ട് അവിടെ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ക്യാൻഡിൽ തൊട്ട് അവിടെ കൺസോളിഡേറ്റ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അഞ്ചാമത്തെ ക്യാൻഡിൽ നമുക്ക് അതിനെ കൺഫേം ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു പി പൊസിഷൻ നിഫ്റ്റിയിലേക്കാണ് 100% റിട്ടേൺ കൊടുത്ത് 100% അല്ല, അതിൽ എബോ ഒരു 200% അല്ലെങ്കിൽ 300% റിട്ടേൺ കൊടുത്ത ഒരു ട്രേഡായിരുന്നു അത്. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത പൊസിഷൻ വരുന്നത് ഈ ഒരു സെവൻത്ത് ക്യാൻഡിലാണ്. ഓക്കെ, ഈ സെവൻത്ത് ക്യാൻഡിലേക്ക് വരുമ്പോൾ അതായത് ഫസ്റ്റ് ലെവലിൽ വന്നത് ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ദെൻ ഇവിടെ ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നിഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും നിഫ്റ്റിയിലേക്ക് ഫസ്റ്റ് ലെവലെന്ന് കറക്റ്റ് പറയാൻ പറ്റുന്നൊരു പൊസിഷൻ ഇല്ല. പക്ഷേ നിഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് 2 സി പൊസിഷനും. എന്നാൽ പി പൊസിഷൻസ് ഒന്നും ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ഓർക്കുക. നമ്മൾ ഒരു സി പൊസിഷൻ മാത്രമല്ല, ഒരു പി പൊസിഷനും കൂടി ഉണ്ട് എങ്കിലാണ് കുറച്ചും കൂടെ കൺഫോമിറ്റി ഉള്ളത്. പിന്നെ ഇൻഡെക്സ് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ കൺഫേം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അതിനെ ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, സെൻസെക്സ് ഏകദേശം ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഫ്യൂച്ചർ അതേസമയം ലാസ്റ്റ് ലൈനിൽ നമ്മുടെ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സി പൊസിഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല സി ഇവിടെ വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു മൂവ്മെൻറ്റ് സി ആണ് അവിടെ സംഭവിച്ചത്. കുറച്ച് നേരം അത് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 100% റിട്ടേൺ കൊടുക്കുന്ന ഒരു സി പൊസിഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിഫ്റ്റിയിലും. ഓക്കെ, ദെൻ അടുത്ത ട്രേഡ് നമുക്ക് ആക്റ്റീവ് ആകുന്നത് ഇതേ പൊസിഷനിൽ തന്നെ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കുക, കയറിപ്പോയ പി പൊസിഷൻ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഫസ്റ്റ് ലെവലിലാണ് എൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെവലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലെവലിൻ്റെ മുകളിലായിരിക്കണം. ഇവിടെയും ഫസ്റ്റ് ലെവലിൻ്റെ മുകളിലാണ് പി പൊസിഷൻ. സി പൊസിഷനാണ് ഫസ്റ്റ് ലെവലിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. സോ അവിടുന്ന് റിജക്റ്റ് ചെയ്ത് താഴേക്ക് പോകാനും പി മുകളിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ ഉണ്ട്, കണ്ടോ. നിഫ്റ്റി നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. സിയുടെ താഴെ ഫസ്റ്റ് ലെവലിൻ്റെ താഴെ റൺ ചെയ്യുന്നു. അപ്പം 3 കൂടുതൽ കൺഫോമിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് കൂടെ അതിനെ കൺഫേം ചെയ്യുന്നുണ്ടോ നോക്കുക. സ്ട്രൈക്കും അതേസമയം ബോർഡ് ലൈൻ റെസിസ്റ്റൻ്റ് ആയിട്ട് സെൻസെക്സ് ബോർഡ് ലൈനിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. കയറിപ്പോയ സെൻസെക്സ് ആണെങ്കിൽ പോലും താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് താഴത്തേക്ക് ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആകാനുള്ള ചാൻസ് പിയിലാണ് കാണിക്കുന്നത്. നമ്മുടെ സ്ട്രൈക്കുകളും പിയാണ് കാണിക്കുന്നത്. സെൻസെക്സും അതിനൊരു കൺഫോമിറ്റി പറയുന്നുണ്ട്. ഇവിടെ ഫ്യൂച്ചർ നോക്കിയാലും ഫ്യൂച്ചറും കൺഫോമിറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു പി പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പി പൊസിഷൻ അവിടെയും കിട്ടിയിട്ടുണ്ട്, കേട്ടോ. അത്രയും നല്ലൊരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഒരു 120 പോയിൻറ്റ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിന് ശേഷം അടുത്ത ഒരു പൊസിഷൻ വരുന്ന ലാസ്റ്റിൽ നിന്ന് തേർഡ് ക്യാൻഡിൽ നോക്കിയാൽ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് കയറിപ്പോയൊരു പി ഫസ്റ്റ് ലെവലിന് താഴെയായിട്ട് റൺ ചെയ്യുന്നു. ഇവിടെയും ഫസ്റ്റ് ലെവലിന് താഴെയായിട്ടാണ് റൺ ചെയ്യുന്നത്. കാരണം സൂം ചെയ്യണോ, കണ്ടോ, ഫസ്റ്റ് ലെവലിന് താഴെയായിട്ട് റൺ ചെയ്യുന്നു. ഇവിടെയും ഫസ്റ്റ് ലെവലിന് താഴെയായിട്ട് റൺ ചെയ്യുന്നു, കണ്ടോ. ബാങ്ക് നിഫ്റ്റിയിലും
ദെൻ സി പൊസിഷൻ ആണെങ്കിൽ ഫസ്റ്റ് ലെവൽ അത് ഇറങ്ങി വന്ന സി പൊസിഷൻ ഫസ്റ്റ് ലെവലിന് മുകളിലായിട്ട് റൺ ചെയ്യുന്നു. അങ്ങനെ 3 കൺഫേംഡ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ. ദെൻ നമ്മളടുത്ത പൊസിഷനിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ പോലും കണ്ടോ ഫസ്റ്റ് ലെവലിന് താഴെയായിട്ട് കയറിപ്പോയി ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റിയുടെ ലാസ്റ്റ് എന്നുള്ള തേർഡ് ക്യാൻഡിൽ. ഓക്കെ, ഫിൻ നിഫ്റ്റിയിലും അതേ പൊസിഷൻ തന്നെ കാണിക്കുന്നത്. സി പൊസിഷൻസൊക്കെ ഫസ്റ്റ് ലെവലിന് മുകളിൽ റൺ ചെയ്യുന്നു. പി പൊസിഷൻ്റെ ഇവിടെ സെക്കൻഡ് ലെവലിന് മുകളിൽ റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ലെവൽ ട്രേഡായിട്ട് മൂന്നിൽ കൂടുതൽ തവണ അത് ആക്റ്റീവാണ്. ഇനി നമ്മൾ ഇൻഡെക്സിലേക്ക് നോക്കാനാണെങ്കിൽ പോലും ഇൻഡെക്സ് അതേസമയം മൂന്നാമത്തെ ക്യാൻഡിൽ കണ്ടോ ഫസ്റ്റ് ലെവലിലാണ് റൺ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഫ്യൂച്ചർ നോക്കാനാണെങ്കിൽ സെക്കൻഡ് ലെവലിലാണ് റൺ ചെയ്തത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടായിട്ടാണ് നമ്മുടെ ലൈൻസ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സി പൊസിഷൻ സാധ്യത നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം പി സംഭവിക്കാനേ സാധ്യതയില്ല. കാരണം ഇൻഡെക്സുകളൊന്നും തന്നെ പി പറയുന്നില്ല. ദെൻ നമ്മളുടെ സ്ട്രൈക്കുകളും പി പറയുന്നില്ല. അപ്പോൾ അത് സി പൊസിഷനിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അതൊരു കൺസോൾട്ടേഷൻ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സി പൊസിഷൻ അവിടെയും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ടൈമിന്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ സ്ട്രൈക്ക് ലെവൽസും ഇൻഡെക്സ് ലെവൽസും. നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല പൊസിഷൻ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം എനിക്കൊരു 20% റിട്ടേൺ നമുക്കിവിടെ ഇന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. നിങ്ങൾ ഇൻഡെക്സും കൂടെ വെച്ച് കൺഫേം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡിനെ പേടിക്കേണ്ടതില്ല. നല്ലൊരു ട്രേഡായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാട്സാപ്പിൽ കോൾ ചെയ്യാം. ഓക്കെ.